ഇപ്പോൾ ഈ നിമിഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് വിജയ് പ്രഖ്യാപിച്ച ഒരു സാമ്പത്തികമായ സഹായമാണ്. വിജയ് പാർട്ടി നേതാക്കളുമായും ഒക്കെ ചർച്ച നടത്തുന്നുവെന്നറിഞ്ഞു. എന്തെങ്കിലും വിധത്തിലൊരു മാധ്യമങ്ങൾക്കുള്ള പ്രതികരണമോ അല്ലെങ്കിൽ കരൂരിലേക്ക് വരാനോ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഈ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നിലവിൽ അത്തരത്തിലൊരു തീരുമാനം വിജയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇതുവരെ. അല്പസമയം മുൻപാണ് മറ്റേ TVKയുടെ ഉന്നത തല നേതാക്കളുമായി വിജയ് വീഡിയോ കോൺഫറൻസിംഗ് വഴി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിലാണ് ഈ പറഞ്ഞ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടായത്. അതായത് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അവരുടെ കുടുംബത്തിന് 20 ലക്ഷം രൂപ വീതം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതം നൽകാനും തീരുമാനിച്ചിരിക്കുന്നു. ഈ സുപ്രധാനമായ തീരുമാനം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ നിയമ നടപടികളുമായി അല്ലെങ്കിൽ അന്വേഷണം സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിജയ്. അതായത് CBIയോ അല്ലെങ്കിൽ ഒരു SITയോ പ്രത്യേക അന്വേഷണ സംഘമോ ഈ ദുരന്തത്തെ കുറിച്ച് അന്വേഷിക്കണം എന്നൊരാവശ്യമാണ് TVK മുന്നോട്ട് വെക്കുന്നത്. അത് പറയാൻ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്. ചില ആളുകളുടെ പ്രതികരണങ്ങൾ രാവിലേക്ക് കേട്ടു. അതായത് ഈ കൃത്യസമയത്ത് അല്ലെങ്കിൽ വിജയ് തന്നെ ഇത് മുൻപേ ആരോപിച്ചിട്ടുള്ളതാണ്. ഈ പര്യടനം നടക്കുന്ന സമയത്ത് മനഃപൂർവ്വം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നു, അതുപോലെ തന്നെ പോലീസ് ലാത്തി വീശി എന്നുള്ള ആരോപണങ്ങളൊക്കെ TVK മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം വേണം, ഒരു അട്ടിമറി ശ്രമം നടന്നിട്ടുണ്ടോ എന്നൊക്കെ TVK സംശയിക്കുന്നുണ്ട്. ഇതിൽ സ്ഥിരീകരിക്കത്തക്ക തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷെ TVKയുടെ ഒരു ആരോപണം മാത്രമാണിത്. അതുകൊണ്ട് ഒരു സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് എന്നാണ് വിജയ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ കരൂരിലേക്ക് വരുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഏറെ മണിക്കൂറുകൾ നീണ്ട മൗനത്തിന് ശേഷമാണ് വിജയുടെ ഭാഗത്തുനിന്ന് വളരെ ഒരു പ്രതികരണം, ഒരു പോസ്റ്റായിട്ടാണെങ്കിൽ പോലും, സമൂഹ മാധ്യമങ്ങളിലെ ഒരു പോസ്റ്റായിട്ടാണെങ്കിൽ പോലും വിജയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നത്. അതായത് തന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ തന്നെ സ്നേഹിക്കുന്ന ആളുകളെയാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒപ്പം താൻ ഉണ്ടാകും, അവരെ ചേർത്ത് പിടിക്കും. ഈ ധനസഹായം അല്ലെങ്കിൽ നഷ്ടപരിഹാരമായി നൽകുന്ന തുക അത് ആളുടെ ജീവന് പകരമാവില്ല എന്നറിയാം. എന്നാൽ പോലും ആ കുടുംബത്തിനൊപ്പം താനുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ പറയുന്നത് എന്നുകൂടി വിജയ് പറയുന്നത്. വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു വരികൾ തന്നെയാണ് വിജയ് ഈ എക്സ്പോസിൽ കുറിച്ചിരിക്കുന്നത്. ഏതായാലും മറ്റ് നടപടികളിലേക്ക് കരൂരിലേക്ക് പോകുന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വിജയുടെ വീടിന് കൂടുതൽ സുരക്ഷ, ചെന്നൈയിലെ വീടിന് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിജയ് ഇന്നലെ രാത്രി മുതൽ ഇവിടെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത മുൻനിർത്തിയാണ് ഇങ്ങനെ സുരക്ഷ ശക്തമാക്കുന്നത്. നിലവിലേതായാലും ഈ വിഷയത്തെ അന്വേഷണത്തെ അട്ടിമറി ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ള സംശയത്തിൽ തന്നെ സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് ഇപ്പോൾ TVK നേതൃത്വമുള്ളത്. അതിനിടയിലാണ് ഈ ദുരന്തത്തിൽ TVKയുടെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ആനന്ദ് ഉൾപ്പെടെയുള്ള നിർമ്മൽ കുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടി അവരെ കൂടി പ്രതി ചേർത്തുകൊണ്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനെയും എങ്ങനെ നേരിടണം എന്നുള്ള കാര്യം കൂടി വിജയ് ആലോചിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ പല പര്യടനങ്ങളും നിശ്ചയിച്ച അവർ ആഗ്രഹിച്ച സ്ഥലത്തല്ല പോലീസ് അവര് അനുമതി നൽകുന്നത് എന്നുള്ള ഒരു ആരോപണങ്ങൾ കൂടി വിജയ് നേരത്തെ മുതൽ തന്നെ ഉന്നയിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ വരും എന്നറിഞ്ഞിട്ടും കൃത്യമായിട്ടുള്ള മുൻകരുതലുകൾ പോലീസ് എടുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു. ജനങ്ങളോട് സംവദിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ സർക്കാരും പോലീസും കൈകടത്തുകയാണ് എന്നുള്ള ഒരു ആരോപണം നേരത്തെ തന്നെ നാഗപട്ടണത്ത് നടത്ത പര്യടനത്തിൽ വിജയ് പറയുകയുണ്ടായി. നിലവിലേതായാലും ഈ സമ്മേളനത്തിൽ ഈ പര്യടനത്തിന് 10,000 ആളുകൾ പങ്കെടുക്കും, റാലിയിൽ റോഡ് ഷോയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിൽ കൂടുതൽ ആളുകൾ ഈ പരിപാടി വൈകിയതോടെ അവിടേക്ക് എത്തി. സമീപ പ്രദേശത്തുള്ള ആളുകളൊക്കെ അവിടേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ഒരു വലിയ ആൾക്കൂട്ടം അവിടെ രൂപപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതെങ്ങനെ ഈ തിക്കും തിരക്കിലേക്ക് പോയി എന്ന് സംബന്ധിച്ച കാര്യത്തിലൊക്കെ ഒരു അന്വേഷണം, കൃത്യമായിട്ടുള്ള അന്വേഷണം വേണ്ടിവരും. ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെയും പോലീസ് ADGP തലത്തിലുള്ള അന്വേഷണത്തിലൂടെയും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.